ഇനി ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഒറ്റയടിക്ക് കാണാം. ഇന്ന് ഇത് സംഭവിക്കും. പാതിവില തട്ടിപ്പിൽ അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. DGP ഇന്ന് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കും. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിനാവും അന്വേഷണ ചുമതല. അനന്തകൃഷ്ണനെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. കിഫ്ബി റോഡിലെ യൂസർ ഫീ ഈടാക്കുന്നത് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകും. ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാവും. സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം. സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അടക്കം കൊണ്ടുവരാനാണ് നിയമനിർമ്മാണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ബില്ലിൽ ആശങ്ക അറിയിച്ച CPI മന്ത്രിമാരുമായി ഇന്ന് മന്ത്രി R. ബിന്ദു ചർച്ച നടത്തും. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് പാരീസിലേക്ക് തിരിക്കും. പാരീസിൽ ചൊവ്വാഴ്ച നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 12, 13 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനം കൂടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പരീക്ഷാ പേ ചർച്ച ഇന്ന് നടക്കും. സമ്മർദ്ദമില്ലാതെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവരെ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പാണ് ഇന്ന് നടക്കുക. രാവിലെ 11-നാണ് പരിപാടി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മഹാകുംഭമേള ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പ്രയാഗ്രാജിലെത്തും. മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തും. 8 മണിക്കൂറോളം പ്രയാഗ്രാജിൽ ഉണ്ടാവുന്ന രാഷ്ട്രപതി അക്ഷയവത്, ബഡേ ഹനുമാൻ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇന്ന് തിരക്കിട്ട ചർച്ചകൾ. ഇന്നലെ വൈകിട്ടാണ് ബീരേൻ സിംഗ് രാജിവെച്ചത്. ഗവർണർ അജയ് ഭല്ല ഇന്ന് ഡൽഹിയിലെത്തും. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ. പതിനഞ്ചാമത് എയ്റോ ഇന്ത്യ ഷോ ഇന്ന് ബാംഗ്ലൂരുവിൽ നടക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എയർ ഷോ ഉദ്ഘാടനം ചെയ്യും. ആഗോള എയ്റോസ്പേസ് കമ്പനികളുടെ ആധുനിക ഉപകരണങ്ങൾക്ക് പുറമെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കൂടി പ്രദർശനത്തിലുണ്ടാവും. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള ശാസ്ത്ര കോൺഗ്രസിന് ഇന്ന് സമാപനമാകും. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിനാണ് സമാപനമാകുന്നത്. വൈകിട്ട് 3:30-ക്കാണ് സമാപന സമ്മേളനം.